നമ്മളങ്ങനെ തെരഞ്ഞെടുപ്പ് ആവേശത്തിലേക്ക് കടക്കുമ്പോൾ പല സ്ഥാനാർത്ഥികളും നമ്മളോടൊപ്പമുണ്ട്. അത്തരമൊരു ഒരു സ്ഥാനാർത്ഥിയുടെ വിശേഷത്തിലേക്കാണ് ഇനി പോകുന്നത്. ചെങ്ങന്നൂരിലെ NDA സ്ഥാനാർത്ഥിയും BJP സംസ്ഥാന സെക്രട്ടറിയുമായ MV ഗോപകുമാർ ജനം TVക്കൊപ്പം ചേരുകയാണ്. ഒപ്പം നമ്മുടെ പ്രതിനിധി സുധീഷ് ഗോപാലുമുണ്ട്. സുധീഷ്, എന്തെല്ലാം കാര്യങ്ങളാണ് ചെങ്ങന്നൂരിലെ നിലവിലെ സ്ഥാനാർത്ഥി MV ഗോപകുമാർ ജനം TVയോട് പങ്കുവയ്ക്കാൻ ഒരുങ്ങുന്നത്? രോഹിണി, ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന ആലപ്പുഴ ജില്ലയിലെ ഒരു മണ്ഡലമാണ് ചെങ്ങന്നൂർ. ചെങ്ങന്നൂർ നേരത്തെയും സജി ചെറിയാനെതിരായി മത്സരിച്ച ഒരു വ്യക്തി കൂടിയാണ് MV ഗോപകുമാർ. ശക്തനായ BJPയുടെ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റായും ഇപ്പോൾ സംസ്ഥാന സെക്രട്ടറിയായും പ്രവർത്തിച്ചു വരുന്നു. ശക്തമായ ഒരു മത്സരം ഇക്കുറിയും ഉണ്ടാവും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതിൻ്റെ ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ അന്തരീക്ഷം എന്താണ്, അതിലുപരി ഇപ്പോഴത്തെ കഴിഞ്ഞ 5 വർഷത്തെ മന്ത്രിയായുള്ള സജി ചെറിയാൻ്റെ പ്രവർത്തനങ്ങളിൽ വന്നിട്ടുള്ള പോരായ്മകൾ എന്തൊക്കെയാണ്, എന്താണ് ഈ മണ്ഡലത്തിലെ അവസ്ഥ എന്നത് തന്നെ ചോദിക്കുക. ഇപ്പം ശക്തമായൊരു ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലം തന്നെയാണ് ചെങ്ങന്നൂർ. ഇവിടെ മത്സരിക്കുമ്പോൾ എത്രത്തോളം പ്രതീക്ഷയാണ്, എന്തൊക്കെയാണ് ഇവിടുത്തെ അടിസ്ഥാന പ്രശ്നങ്ങൾ? ചെങ്ങന്നൂരിനെ സംബന്ധിച്ചിടത്തോളം ചെങ്ങന്നൂരിലെ ജനങ്ങളെ കാലങ്ങളായിട്ട് UDF LDF കബളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. വലിയ പ്രഖ്യാപനങ്ങൾ നടത്തും. ഇപ്പോൾ തന്നെ ഇത്രയും വർഷം മന്ത്രിയായിരുന്ന സജി ചെറിയാൻ ഇവിടെ മത്സരിക്കുമ്പോൾ അദ്ദേഹം ഇപ്പോൾ ഉദ്ഘാടന മാമാങ്കം നടക്കുകയാണ്. പക്ഷേ ചെങ്ങന്നൂരിലെ നഗരഹൃദയത്തിൽ പാണ്ഡവൻ പാറയിലെ ജനങ്ങൾക്ക് പോലും കുടിവെള്ളം കൊടുക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. അതൊരു വലിയ ഗൗരവമുള്ള വിഷയമാണ്. കുടിവെള്ളം കൊടുക്കാൻ കഴിയാത്തവർ എന്ത് വികസനത്തെ പറ്റിയാണ് സംസാരിക്കുന്നതെന്ന് ജനങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. അതേപോലെ പൂർത്തിയാകാത്ത നിരവധി പദ്ധതികളാണിപ്പോൾ ഫ്ലെക്സ് വെച്ച് ഉദ്ഘാടനം ചെയ്യുകയാണ്. പൂർത്തിയാകാത്ത പദ്ധതികളാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. അതിനൊന്നും ഒരു മടിയും അവർക്കില്ല. ശബരിമല തീർത്ഥാടകർ ഏറ്റവും കൂടുതൽ എത്തിച്ചേരുന്ന ഒരു സ്ഥലമാണ് ചെങ്ങന്നൂർ. അയ്യപ്പ ഭക്തരോടും ശബരിമലയോടും ഇവർക്ക് എപ്പോഴും വൈരാഗ്യ ബുദ്ധിയാണല്ലോ. എങ്ങനെ ശബരിമലയെ തകർക്കാം എന്നാണ് അവർ ആസൂത്രണം ചെയ്യുന്നത്. അവരെപ്പറ്റി നമ്മൾ പറയുമ്പോൾ ചെങ്ങന്നൂരിൽ ശബരിമലയുടെ ഗേറ്റ് വേ ആയിട്ടുള്ള ശബരിമലയിൽ ശബരിമല ഗേറ്റ് വേ ആയ ചെങ്ങന്നൂരിൽ അയ്യപ്പ തീർത്ഥാടകർക്ക് മതിയായ ഒരു സംവിധാനവും ഏതാണ്ട് 5 വർഷങ്ങൾക്ക് മുമ്പ് ഒരു തറക്കല്ലിട്ടു ഒരു വലിയ പദ്ധതിക്ക്. അത് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ആദ്യം പദ്ധതി കൊണ്ടുവന്നപ്പോൾ അതിനെ അട്ടിമറിച്ചു. ഇപ്പോൾ ഗവൺമെൻറ് തന്നെ പണിയെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ തുടക്കം കുറിച്ചിട്ട് ഇന്ന് വരെ ഇപ്പോൾ 5-6 വർഷമൊക്കെ ഒരു ശബരിമല തീർത്ഥാടകർക്ക് ഒരു കേന്ദ്രം ഉണ്ടാക്കാൻ ആവശ്യമുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ അറിയാമല്ലോ ആ ശബരിമല തീർത്ഥാടനത്തോടുള്ള ഇവരുടെ മാനസികാവസ്ഥ. ഇവർ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കിയിട്ട് വോട്ട് പിടിച്ച് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അങ്ങനെയാണ് സംഭവിച്ചത്. അല്ലാതെ ജനാധിപത്യപരമായിട്ടോ അല്ലെങ്കിൽ ജനങ്ങളുടെ അംഗീകാരം കൊണ്ടല്ല. ഇവർ വർഗീയ ധ്രുവീകരണം നടത്തി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് തീവ്രവാദ വോട്ടുകൾ വാങ്ങിയാണ് അദ്ദേഹം ജയിച്ചത്. അപ്പോൾ ഈ ഒരു നിലപാട്, അതായത് കുടിവെള്ളം കൊടുക്കുന്നില്ല, ഉന്നതി കേന്ദ്രങ്ങൾ, നമ്മുടെ പട്ടികജാതിക്കാർ ഇടനൂർന്ന് വസിക്കുന്ന ഉന്നതി കേന്ദ്രങ്ങൾ, ആ കേന്ദ്രങ്ങളിലെ വികസനത്തിന് വേണ്ടിയിട്ട് ഒരു പണവും മുടക്കാൻ തയ്യാറാകുന്നില്ല. വലിയ വലിയ പ്രഖ്യാപനങ്ങൾ നടത്തി കുറച്ച് പാലങ്ങൾ പണിയാനാണ് ശ്രമിക്കുന്നത്. ഇതൊന്നും ജനങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളല്ല. കാരണം അതിൻ്റെ പിന്നിൽ എന്താണെന്ന് വളരെ ഗൗരവമായി ചിന്തിക്കണം. ചെങ്ങന്നൂർ സ്റ്റേഡിയം കുറേ കാലങ്ങളായി പറയുന്ന കാര്യമാണ്. ചെങ്ങന്നൂർ ഒരു സ്റ്റേഡിയത്തിൻ്റെ ഒരു ഘട്ടം പൂർത്തിയാക്കിയിട്ട് ഉദ്ഘാടനം ചെയ്യുകയാണ്. അതിനൊന്നും ആവശ്യമില്ല. ആ സ്റ്റേഡിയം നിർമ്മിക്കാൻ 10 വർഷത്തിനൊന്നും ആവശ്യമില്ല. ഒരു സ്റ്റേഡിയം നിർമ്മിക്കാൻ നമുക്കറിയാം. ഇപ്പോൾ എത്ര വർഷമായി എല്ലാ തിരഞ്ഞെടുപ്പിലും സ്റ്റേഡിയം ഉദ്ഘാടനം എന്താണ്, നിർമ്മാണം ഉദ്ഘാടനം ചെയ്യുകയാണ്, പിന്നെ അതിൻ്റെ പകുതി പൂർത്തിയാക്കി ഉദ്ഘാടനം ചെയ്യുന്നു. അപ്പോൾ ബൈപ്പാസിനെ പറ്റി പറയുന്നു. ചെങ്ങന്നൂരിലെ ഏറ്റവും ജനങ്ങൾ, ഈ നഗരത്തിൽ ജീവിക്കുന്ന ജനങ്ങൾക്കറിയാം, അവരൊരു വണ്ടി വന്നാൽ, ചെങ്ങന്നൂർ നഗരത്തിൽ വന്ന് ഒരു സാധനം വാങ്ങാൻ അവർ ടൗണിലേക്ക് വന്നാൽ അവർക്ക് വണ്ടി ഒന്ന് പാർക്ക് ചെയ്യാൻ ഒരു സ്ഥലം ചെങ്ങന്നൂരിലില്ല. എത്ര കാലമായി അതുകൊണ്ട് എന്താ ബുദ്ധിമുട്ട്? ചെങ്ങന്നൂർ വികസനത്തിൽ, ആ വ്യാപാരത്തിൽ കുറവ് വരുന്നു. ഇവിടെ സാധാരണക്കാരൻ ഈ ടൗണിലെ ആശ്രയിക്കുന്നില്ല, മറ്റുള്ള നഗരങ്ങളിലേക്ക് അവർ പോകുന്നു. അപ്പോൾ ഇവർക്ക് ആ വണ്ടി ഒന്ന് പാർക്ക് ചെയ്യാൻ ഒരു സംവിധാനമില്ല. ഒരു ബൈപ്പാസിനെ പറ്റി പറയുന്നു. നേരത്തെ PC വിശ്വനാഥ് MLA ആയിരുന്ന സമയത്ത് പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോഴും സജി ചെറിയാൻ പറയുന്നത്. ഒന്നും നടക്കുന്നില്ല. അന്നും പറഞ്ഞു ബൈപ്പാസ് അങ്ങനെ വരുന്നു, റിംഗ് റോഡ് പണിയുന്നു എന്നൊക്കെ പറഞ്ഞതല്ലാതെ ഒരു കാര്യത്തിനും പ്രഖ്യാപനങ്ങൾ നടത്തുന്നതും ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നതും മാത്രമേ ഉള്ളൂ. പ്രളയം കൊണ്ട് തകർന്നടിഞ്ഞ ഒരു സ്ഥലമാണ് ചെങ്ങന്നൂർ. പ്രളയം ഏറ്റവും കൂടുതൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ബാധിച്ചാണെന്ന് കേരളത്തിൽ ലോക ജനതയ്ക്ക് മുഴുവൻ അറിയുന്ന വസ്തുതയാണ്. ചെങ്ങന്നൂരിലുണ്ടായിട്ടുള്ള പ്രളയക്കെടുതി അത് മറക്കാൻ കഴിയുന്നതല്ല. അന്ന് കേന്ദ്ര ഗവൺമെൻറ്റാണ് എല്ലാ സഹായവും ചെയ്തത്. കേന്ദ്ര ഗവൺമെൻറ് കൊടുത്ത പണം പോലും, അത് ഏറ്റവും കൂടുതൽ ബാധിച്ച പഞ്ചായത്തുകളിൽ പോലും, ആ പഞ്ചായത്തിന് ഓഫീസ് അടക്കം തകർന്നിട്ട് അതുപോലും പുനർനിർമ്മിക്കാൻ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ആത്മാർത്ഥമായ ശ്രമം നടക്കുന്നില്ല. ആ പ്രളയത്തിന് കിട്ടിയ പണം
ഇവിടെ ഉപയോഗിച്ചില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് ശരിക്കും പറഞ്ഞാൽ ചെങ്ങന്നൂരിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ട് അന്ന് ഉണ്ടായിട്ടുള്ള ദുരിതം, അന്ന് വീട് നഷ്ടപ്പെട്ടവർ, വ്യവസായ സ്ഥാപനങ്ങൾ, അതുപോലെ വ്യാപാര സ്ഥാപനങ്ങളൊക്കെ നഷ്ടപ്പെട്ടവർക്കൊന്നും നഷ്ടപരിഹാരം കൊടുത്തിട്ടില്ല. ഇപ്പോൾ ഈ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ വിജയം, BJPക്ക് ഉണ്ടായ മുന്നേറ്റം, അത് എത്രത്തോളം ആത്മവിശ്വാസം നൽകുന്നതാണ്? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു സംശയത്തിൻ്റെ ഇടയില്ല. ഈ ചെങ്ങന്നൂരിൽ ഈ തവണ BJP വിജയിച്ചിരിക്കും, അതിന് യാതൊരു സംശയമില്ല. കാരണം എന്താ, BJP ഘട്ടം ഘട്ടമായിട്ടാണ് വളർന്നു വരുന്നത്. അതിപ്പോൾ തുടങ്ങിയിട്ടുള്ള ഒരു വളർച്ചയൊന്നുമല്ല. ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ, കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ 3 പഞ്ചായത്തുകൾ BJP ആണ് ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയും ഭരിച്ചുകൊണ്ടിരുന്നത്. ചെന്നിത്തലയും പാണ്ഡ്രാടും തിരുവമ്മുണ്ടൂരും BJP ആണ് വലിയ കക്ഷി. പക്ഷേ CPM-ഉം കോൺഗ്രസും കൂടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടൻ അവർ അവിശുദ്ധമായ ഒരു സഖ്യം, അതിനകത്ത് ഈ സജി ചെറിയാനും രമേശ് ചെന്നിത്തലയും കൊടിക്കുന്നിലും അടക്കമുള്ള നേതാക്കന്മാരുടെ ഗൂഢാലോചനയാണ്. അവരൊരു മുന്നണി ഉണ്ടാക്കി BJPയെ പുറത്താക്കിയിട്ടാണ് ഭരിച്ചത്. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ജനങ്ങൾ അത് കൃത്യമായിട്ട് മനസ്സിലാക്കി. ചെങ്ങന്നൂരിലെ സ്ഥിതി എന്താ, 5 പഞ്ചായത്ത് BJP ആണ് ഭരിക്കുന്നത്. 5 പഞ്ചായത്തിൽ BJP ആണ് പ്രതിപക്ഷം, ഒരു നഗരസഭയിൽ BJP ആണ് പ്രതിപക്ഷം. അപ്പോൾ ഈ ചെങ്ങന്നൂരെ സംബന്ധിച്ചിടത്തോളം ഇനിയും അതിനൊരു പിന്നെ ഈ CPM-ഉം കോൺഗ്രസും പറയുന്ന അവകാശവാദങ്ങൾക്ക് ഒരു അടിസ്ഥാനമില്ല. ചെങ്ങന്നൂരിലെ ജനങ്ങൾ നരേന്ദ്രമോദി സർക്കാരിൻ്റെ വികസനം അവർ അംഗീകരിച്ചു കഴിഞ്ഞു. അതുപോലൊരു വികസനം ചെങ്ങന്നൂരിൽ വേണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് അവർ ദേശീയ ജനാധിപത്യ സഖ്യത്തിന് അനുകൂലമായി ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യും. CPM-ൽ നിന്ന് G. സുധാകരനെ പോലെ മുതിർന്ന നേതാക്കൾ വരെ വിട്ടുപോകുമ്പോൾ അതിൻ്റെ ഒരു പ്രതിഫലനം ചെങ്ങന്നൂരും ഉണ്ടാവില്ലേ? തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ആലപ്പുഴ ജില്ലയിൽ ആകെ നല്ല ജനപിന്തുണയുള്ള ഒരു നേതാവാണ്. അദ്ദേഹം ചില അവാസ്തവമായ കാര്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന് കുറേ അടിവേരുകളുള്ള ഒരു നേതാവ് തന്നെയാണ്. തീർച്ചയായിട്ടും അത് ആലപ്പുഴ ജില്ലയിൽ, പ്രത്യേകിച്ച് അദ്ദേഹം മന്ത്രിയായി, MLA ആയി, പാർട്ടിയുടെ ദീർഘകാല പ്രവർത്തനത്തിൽ CPM-ന് നേതൃത്വം നൽകുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് അദ്ദേഹത്തോട് താല്പര്യമുള്ള ഒരുപാട് ആളുകൾ ചെങ്ങന്നൂരുമുണ്ട്. അവർ ഒരു സംശയവും വേണ്ട, സജി ചെറിയാനെതിരായിട്ടാണ് G. സുധാകരൻ നിരന്തരമായി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് അറിയാം, അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട കാതലായ പ്രശ്നം എന്താ, സജി ചെറിയാനും H. സലാമും ചേർന്നുകൊണ്ട് തീവ്രവാദ ശക്തികളെ ആലപ്പുഴയിൽ പ്രോത്സാഹിപ്പിച്ചതിനെ പറ്റി അന്വേഷിക്കണം എന്ന് വരെ തുറന്ന് അദ്ദേഹം സംസാരിച്ചു എന്ന് പറയുമ്പോൾ അത് ഗൗരവമുള്ള കാര്യമാണ്, ചെറിയ കാര്യമല്ല. ചെങ്ങന്നൂരിൻ്റെ പല പ്രദേശങ്ങളിലും ആ തരത്തിൽ തീവ്രവാദ ശക്തികൾക്ക് പിന്തുണ നൽകുന്ന പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഗൗരവമുള്ള വിഷയമാണ്. കാരണം രാജ്യത്തെ പോലും അപകടത്തിൽപ്പെടുത്താൻ പറ്റുന്ന സാഹചര്യമുള്ളതാണ് തീവ്രവാദ പ്രവർത്തനം. അത് അവലും മലരും കുന്തിരിക്കവും കരുതിക്കോ എന്ന് മുദ്രാവാക്യം വിളിച്ചപ്പോൾ അവർക്കെതിരെ കേസെടുക്കുന്ന കാര്യത്തിൽ കാണിച്ച അലംഭാവം, മയക്കുമരുന്ന് കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട കേസിനകത്ത് ഇവർ കാണിച്ച അലംഭാവം, അപ്പോൾ അവർക്ക് പിന്തുണ കൊടുക്കുന്ന സാഹചര്യമാണ് H. സലാമും സജി ചെറിയാനും എന്ന് G. സുധാകരൻ പറഞ്ഞു എന്ന് പറയുമ്പോൾ, അദ്ദേഹം പരസ്യമായി തന്നെ മാധ്യമങ്ങളുടെ മുന്നിൽ പറഞ്ഞു എന്ന് പറയുമ്പോൾ അത് ഗൗരവമായിട്ട് അന്വേഷിക്കേണ്ടതാണ്. അത് ചെങ്ങന്നൂരിലും ബാധിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. തികഞ്ഞ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ചെങ്ങന്നൂർ NDA സ്ഥാനാർത്ഥി MV ഗോപകുമാർ. അദ്ദേഹം തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം എല്ലാം തന്നെ NDAക്ക് അനുകൂലമായ ആ ചെങ്ങന്നൂരിലെ രാഷ്ട്രീയ അന്തരീക്ഷം വ്യക്തമാക്കുന്നതാണ്. അദ്ദേഹത്തിന് എല്ലാവിധ വിജയാശംസകളും നേരാം. അതെ, തീർച്ചയായും സുധീഷ് ഗോപാൽ പറഞ്ഞതുപോലെ ഒരു മാറ്റം അത് തന്നെയാണ് ആഗ്രഹിക്കുന്ന എല്ലാവരും. ആ പ്രതീക്ഷയിൽ തന്നെയാണ് ചെങ്ങന്നൂരിലെ NDA സ്ഥാനാർത്ഥി.